20 വർഷങ്ങൾക്ക് മുൻപ് 3-ാം വയസ്സിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയായിരുന്നു കോൾട്ടൻ ബർപ്പോ കടന്നുപോയത്. അപ്പൻഡിക്സ് പൊട്ടി മരണത്തിൻ്റെ വക്കിൽ നിന്ന അവസരത്തിൽ യേശുവിനെ ദർശിച്ച അനുഭവത്തെക്കുറിച്ച് ഒരഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് കോൾട്ടൻ. ഹെവൻ ഈസ് ഫോർ റിയൽ എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് കോൾട്ടണിൻ്റെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. രോഗനിർണയം നടത്താൻ വൈകിയത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയായിരുന്നു. വലിയ റിസ്ക് ആണെങ്കിലും ആ 3 വയസ്സുകാരനെ ഒരടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആ സമയങ്ങളിൽ ഈശോയെയും സ്വർഗത്തെയും ദർശിക്കാനുള്ള ഒരവസരമായി മാറിയെന്ന് കോൾട്ടൻ പറഞ്ഞു. ശരീരത്തിൽ നിന്നും ഞാൻ ഉയർന്നു. താഴേക്ക് നോക്കിയപ്പോൾ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും അമ്മയെയും ഒരു മുറിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പിതാവിനെയും ഞാൻ കണ്ടു. കോൾട്ടൻ ഓർത്തെടുത്തു. ആ നിമിഷം വാസ്തവത്തിൽ ഞാൻ പരിഭ്രാന്തിയിലായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. അപ്പോൾ ഞാൻ യേശുവിൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. എന്നെ ശാന്തനാക്കാൻ മാലാഖമാർ ഗാനം പാടുന്നുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ സംഭവം നടന്നിട്ട് 20 വർഷമായി. ഈ യുവാവിൻ്റെ ദർശനം സ്വർഗത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പലരെയും പ്രേരിപ്പിച്ചു. ഇന്ന് കോൾട്ടൻ വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അപ്പനുമാണ്. കുഞ്ഞുനാളിൽ താൻ ദർശിച്ച യേശുക്രിസ്തുവിനെ ലോകം മുഴുവൻ നൽകുവാനായി ജോലിക്കിടയിലും സമയം കണ്ടെത്തുന്നുമുണ്ട്. മരണത്തെ ചിലരെങ്കിലും ഭയത്തോടെ കാണുമ്പോൾ കോൾട്ടൻ അതേക്കുറിച്ച് പറഞ്ഞത്, ഒരു തവണ കൂടി യേശുവിനെ കാണുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് എന്നായിരുന്നു.